നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ജൂപ്പിറ്റർ. സോളാർ സിസ്റ്റത്തിന് നമ്മൾ പിന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകെ രണ്ട് കാര്യങ്ങളെ കാണാൻ പറ്റൂ. ഒന്ന് സണ്ണാണ്, മറ്റൊന്ന് ജൂപ്പിറ്ററാണ്. ഈവൻ ഗൂഗിളിൽ തന്നെ പറയുന്നത് ജൂപ്പിറ്റർ ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്നും ജൂപ്പിറ്ററിനകത്ത് നമുക്ക് ഒരിക്കലും ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് ലെവലിൽ തന്നെ നമ്മൾ ഇല്ലാതാവും. ഇങ്ങനത്തെ ഒരു പ്ലാനറ്റ്, ഇത്രയൊരു മിസ്റ്റീരിയസ് പ്ലാനറ്റ്, ഇതെന്തിനാണ് ഈ ലോകത്തുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇതെങ്ങനെയാണ് ഉണ്ടായത്? അതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെ ശരിയായ ഒറിജിൻ മനസ്സിലാക്കാൻ നമ്മൾ 3.6 ബില്യൺ വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ഈ ഒരു സമയത്ത് ആക്ച്വലി ഒന്നുമില്ലായിരുന്നു. ഈ സമയത്ത് ആകെ നമുക്ക് സ്പേസിൽ കാണാൻ പറ്റുന്ന കുറേ ഗ്യാസ് ക്ലസ്റ്റേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കംപ്രസ് ആയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സൂര്യൻ ഉണ്ടായത്. സൂര്യൻ അങ്ങനെ ഉണ്ടായതിനു ശേഷം അടുത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജൂപ്പിറ്റർ. അതായത് ജൂപ്പിറ്റർ ഇസ് സോ ഏൻഷ്യൻറ്റ് ബിക്കോസ് നമുക്കറിയാം, ഒരു സ്റ്റാർ ഫോം ആവുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് വരും. അപ്പോൾ ആ ഡിസ്കിൽ നിന്നാണ്, നമുക്ക് പേര് കേൾക്കുന്നതല്ല മനസ്സിലാവും, പ്രോട്ടോ പ്ലാനറ്ററി. ആ ഡിസ്കിൽ നിന്നാണ് പ്ലാനറ്റുകൾ വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ആ ഡിസ്കിൽ നിന്ന് ആദ്യമായിട്ട് വന്നൊരു പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൻ്റെ സയൻറ്റിസ്റ്റ് ഇന്നും ഒരു മിസ്റ്റീരിയസ് സംഭവമായിട്ട് കാണുന്നതിനൊരു സംഭവമുണ്ട്. അതായത് ജൂപ്പിറ്റർ ഉണ്ടായിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നത് സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചാണ് സൺ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. സണ്ണിനകത്തും ഇതുണ്ട്, ജൂപ്പിറ്ററിനകത്തും ഇതുണ്ട്. ആൻഡ് ഈ ഒരു സംഭവം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലേ, ദിസ് ഈസ് പോയിൻറ്റിങ് ടു എ തിയറി ദാറ്റ് ജൂപ്പിറ്റർ ഒരു ഫെയിൽഡ് സ്റ്റാർ ആയിരുന്നു. വിച്ച് മീൻസ് നമ്മളെ സോളാർ സിസ്റ്റത്തിൽ 2 സ്റ്റാർ ഉണ്ടാവേണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു സം റീസൺസ് ജൂപ്പിറ്ററിന് അതാവാൻ കഴിഞ്ഞില്ല. ജൂപ്പിറ്ററിൻ്റെ ഒറിജിൻ നമ്മൾ കണ്ടു, പക്ഷെ അതിൻ്റെ അത്ര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് ജൂപ്പിറ്ററിൻ്റെ ഡിസ്കവറി. ആക്ച്വലി ഏൻഷ്യൻ കാലം തൊട്ടേ ആൾക്കാർ പ്ലാനറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. ബിക്കോസ് ആ സമയത്ത് ഇതുപോലെ പൊല്യൂഷനോ അതൊന്നും ഇല്ല, ഈ പൊടിയൊന്നും ഇല്ല. അതുകൊണ്ട് ആൾക്കാർക്ക് ഡയറക്റ്റ് ഈ പ്ലാനറ്റുകളെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആ പണ്ടത്തെ സമയത്ത് ഏകദേശം 4 പ്ലാനറ്റ്സ് ഡിസ്കവർ ആയിരുന്നു. പക്ഷെ അതിൽ ജൂപ്പിറ്റർ കുറച്ച് സ്പെഷ്യലായിരുന്നു. 1610 ഗലീലിയോ ഗലീലി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇതിനെ കണ്ടുപിടിച്ചത്, ജൂപ്പിറ്ററെ കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതിന് 4 മൂണുകളെ അയാൾ കണ്ടുപിടിച്ചു. ഈ 4 മൂണുകളെ കണ്ടുപിടിച്ചത് ഒരു വളരെ വലിയ ഡിസ്കവറി ആയിരുന്നു. പക്ഷേ ബ്രോ, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന് ഏകദേശം 100ൽ മേളിൽ മൂണുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണും. അതായത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ജൂപ്പിറ്ററിൽ ആർക്കും ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെന്താണ് റീസൺ? ബിക്കോസ് ജൂപ്പിറ്റർ ഒരു ഗ്യാസ് ജയൻ്റാണ്. ജൂപ്പിറ്ററിനകത്ത് ലാൻഡ് ചെയ്യാനൊരു സ്ഥലമില്ല. ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏകദേശം 4 ഗ്യാസ് ജയൻസും 4 ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഉണ്ട്. ഈ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിലാണ് ഈ എർത്ത്, മറ്റേ വീനസ്, മാർസ് ഒക്കെ വരുന്നത്. അതേസമയം ഈ ഗ്യാസ് ജയൻറ്റിലാണ് ഈ ജൂപ്പിറ്റർ അങ്ങനത്തെ പ്ലാനറ്റുകൾ വരുന്നത്. ഈ ഗ്യാസ് ജയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്തങ്ങനെ നമ്മളിവിടെ കല്ല് അതൊക്കെ ഇല്ല, അതൊന്നും അവിടെ ഇല്ല. വിച്ച് മീൻസ് ജൂപ്പിറ്ററിലേക്ക് നിങ്ങളിങ്ങനെ ഡയറക്റ്റ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്ക് മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന് എന്തെങ്കിലും ലാൻഡ് മാസ് കാണും. ബിക്കോസ് എന്തെങ്കിലും ഒരു കോറോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ഗ്യാസുകളെ ഒരുമിച്ച് നിർത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനെ പോലും സയൻറ്റിസ്റ്റുകൾക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് സയൻറ്റിസ്റ്റുകൾക്ക് അറിഞ്ഞുകൂടാ, അതിനായിട്ട് അവർക്ക് എവിഡൻസും ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് അവർക്ക് പ്രൂഫും ഇല്ല. അതാണ് ജൂപ്പിറ്ററിനെ വളരെ മിസ്റ്റീരിയസ് ആക്കി മാറ്റുന്നത്. ഇനി ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ പ്ലാനറ്റിനെ എർത്തുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഡിഫറൻസുകളുണ്ട്. ബേസിക് ഡിഫറൻസുകളിൽ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് എർത്തിലെ ഒരു റൊട്ടേഷൻ, അതായത് 1 റൊട്ടേഷൻ എടുക്കുന്നത് 24 മണിക്കൂറാണ്. പക്ഷേ ജൂപ്പിറ്റർ എടുക്കുന്നത് ആകെ 9 മണിക്കൂറും 56 മിനിറ്റാണ്. വിച്ച് മേക്സ് ജൂപ്പിറ്റർ ദ ഫാസ്റ്റസ്റ്റ് റൊട്ടേഷൻ പ്ലാനറ്റ്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റസ്റ്റ് റൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിലും റെവല്യൂഷൻ അത്ര ഫാസ്റ്റ് അല്ല. അതായത് ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റ് സണ്ണിൽ നിന്ന് വളരെ ഡിസ്റ്റൻസിലാണ്. അതായത് എർത്തും സണ്ണും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതിൻ്റെ 5 മടങ്ങ് ഡിസ്റ്റൻസാണ് ജൂപ്പിറ്ററും സണ്ണും തമ്മിൽ. അതായത് എർത്തിൻ്റെ റെവല്യൂഷൻ അറൗണ്ട് ദ സൺ നമുക്കറിയാം ഏകദേശം 365 ദിവസമാണ്. പക്ഷേ ജൂപ്പിറ്റർ വേറെ ലെവലിലാണ്. ബിക്കോസ് ജൂപ്പിറ്ററിന് എടുക്കുന്നത് ഏകദേശം 12 വർഷമാണ്, 12 ഇയേഴ്സ്. ഇനി നമുക്ക് ജൂപ്പിറ്ററിൻ്റെ സൈസിനെ കുറിച്ച് ചിന്തിക്കാം. അതായത് അത് സങ്കല്പിക്കാൻ കുറച്ച് പാടാണ്. ബിക്കോസ് നമ്മൾ എർത്തിൻ്റെ നമുക്ക് ഡയമീറ്റർ അറിയാം, ഏകദേശം 12,000 സംതിങ് കിലോമീറ്ററാണ്. പക്ഷേ ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്റർ എന്നത് ഏകദേശം 11 എർത്തിന് സമാനമാണ്. ആൻഡ് ഹൈപ്പോത്തറ്റിക്കലി ജൂപ്പിറ്ററിൻ്റെ അകത്ത് നമ്മൾ എർത്തിനെ ഇങ്ങനെ കുത്തി നിറയ്ക്കുവാണെങ്കിൽ ഏകദേശം 1312 എർത്തുകൾ അതിനകത്ത് ഫിറ്റ് ആവും. പക്ഷെ അതിലും ക്രേസി ആയിട്ടുള്ളൊരു ഇമാജിനേഷൻ ഉണ്ട്. അതായത് എർത്ത് ഒരു മുന്തിരിങ്ങയാണെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഒരു ലിറ്ററൽ ബാസ്കറ്റ് ബോളാണ്.
ഇത്രയൊക്കെ മിസ്റ്ററിയിലേക്ക് നമ്മൾ പോയി. പക്ഷേ ജൂപ്പിറ്റർ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജൂപ്പിറ്റർ ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സത്യത്തിൽ ജൂപ്പിറ്റർ എന്നത് എർത്തിനൊരു കവചമാണ്. ബിക്കോസ് ഇന്ന് ജൂപ്പിറ്റർ ഇല്ലായിരുന്നെങ്കിൽ എർത്തിൽ ആസ്ട്രോയിഡുകളുടെ പെരുമഴയായിരുന്നേനെ. എർത്തിൽ മാത്രമല്ല, ജൂപ്പിറ്ററിന്റെ ഫ്രണ്ടിലുള്ള ആ 4 പ്ലാനറ്റുകളും ഒരു നരകത്തിന് തുല്യമായിരുന്നേനെ. ജൂപ്പിറ്റർ തൻ്റെ ഇൻസെയിൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ആസ്ട്രോയിഡുകളെ ഒന്നെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കും. ഇനി ചോദ്യം എന്നത് ഈ ആസ്ട്രോയിഡുകൾ എവിടെ നിന്ന് തന്നെയാണ് വരുന്നതെന്ന്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മാർസും ജൂപ്പിറ്ററും തമ്മിൽ ഒരു വലിയ സംഭവമുണ്ട്. അതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. 2021 ഒരു റിസർച്ച് നടത്തിയിരുന്നു. ആ റിസർച്ചിൽ മനസ്സിലാക്കിയത് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്ന് വന്ന ഒരു ആസ്ട്രോയിഡ് തന്നെയാണ് ഭൂമിയിൽ ഡൈനോസറുകളെ ഇല്ലാതാക്കിയത്. ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ജൂപ്പിറ്ററിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ അൺസോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആർക്കും ഇതൊരു ജൂപ്പിറ്റർ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ സയൻറ്റിസ്റ്റുകൾ ഗലീലിയോ എന്ന് പറഞ്ഞൊരു സ്പേസ് ക്രാഫ്റ്റ് ജൂപ്പിറ്ററിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ആ സ്പേസ് ക്രാഫ്റ്റ് ജൂപ്പിറ്ററിനകത്ത് എൻ്റർ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടത്, എന്തൊക്കെ അൺയൂഷ്വൽ കാര്യങ്ങൾ കണ്ടതെന്ന് നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കാം.